അമേരിക്കയിൽ ഹിന്ദുക്കൾക്കെതിരെ വലിയ വിദ്വേഷവുമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയാണ് ക്രൈസ്തവർ. കാരണം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ പ്രസിഡന്റ് ട്രംപ് ഒരു ദീപം കൊളുത്തി ദീപാവലി ആഘോഷിച്ചു. അതിലേണ്ട 1/2 ഡസൻ ആളുകളെ പങ്കെടുത്തുള്ളൂ. 24ഓളം പേര്, കോർപ്പറേറ്റ് രംഗത്തുള്ളവർ, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളവർ, അവർ പങ്കെടുത്ത് ദീപാവലി ആഘോഷിച്ചു. ട്രംപ് ഈ ചിത്രം പുള്ളിയുടെ സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യലിൽ പബ്ലിഷ് ചെയ്തു. ഉടൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് ട്രംപിനെ വിജയിപ്പിച്ച തീവ്ര ദേശീയ മൂവ്മെൻറ്റിൻ്റെ ആളുകൾ വലിയ ഹിന്ദു വിരുദ്ധത, അതായത് ഇപ്പോൾ സാത്താൻ ആരാധകരുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നു ട്രംപ്. നമ്മളെ ഹിന്ദുക്കൾ, ദീപാവലി ആഘോഷിക്കുന്ന ഹിന്ദുക്കൾ സാത്താൻ ആരാധകരാണ്. മാത്രമല്ല അമേരിക്കക്കാരൻ്റെ മതം ക്രിസ്ത്യാനിറ്റിയാണ്, ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധവുമായി വന്നിരിക്കുകയാണ് ട്രംപിൻ്റെ അനുയായികളെ അപ്പോൾ ട്രംപ് പറഞ്ഞത്, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ട്രംപ് പറഞ്ഞ് വാട്ട് എ വണ്ടർഫുൾ കൾച്ചർ, എത്ര മഹത്തായ സംസ്കാരം, വാട്ട് എ വണ്ടർഫുൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എത്ര അത്ഭുതകരമായ ജനങ്ങളാണ്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകൾ ബിസിനസ് രംഗത്ത് നിന്ന് സിഇഒമാരായിട്ടുള്ള IBMൻ്റെ അരവിന്ദ് കൃഷ്ണൻ, മൈക്രോൺ ടെക്നോളജിയുടെ സഞ്ജയ് മൽഹോത്ര, അഡോബ് സിസ്റ്റത്തിൻ്റെ CEO ശാന്തനു നാരായണൻ, പാലോ അറ്റ്ലോ നെറ്റ്വർക്സിൻ്റെ നികേഷ് അറോറ, പിന്നെ FBIയുടെ ഡയറക്ടർ കാഷ് പട്ടേൽ, നാഷണൽ ഇൻ്റലിജൻസിൻ്റെ തുളസി ഗബാഡ്, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിവിൽ റൈറ്റ്സിൻ്റെ ഹെഡായിട്ടുള്ള ഹർമീദ് ദില്ലൻ തുടങ്ങിയ അവിടുത്തെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളും കോർപ്പറേറ്റുകളുടെ സിഇഒമാർ. രാമസ്വാമിയുടെ പേരില്ല അല്ലേ? പേര് കണ്ടില്ല, ഞാൻ കണ്ട വാർത്തയിൽ കണ്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് പങ്കെടുത്തത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് ബുഷിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ബുഷിൻ്റെ കാലത്ത് തുടങ്ങി, പിന്നീട് ഒബാമയുടെ കാലത്ത് തുടർന്നു, ബൈഡൻ്റെ കാലത്തും ഈ ദീപാവലി ആഘോഷം വൈറ്റ് ഹൗസിൽ നടക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ ട്രംപ് കുടത്തിൽ നിന്ന് തുറന്നുവിട്ട അമേരിക്കൻ ദേശീയതാവാദം വർഗീയതയായി, ഇതര മതങ്ങളോടുള്ള അസഹിഷ്ണുതയായി മാറുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടോ? മറ്റു മതങ്ങളോട് വിദ്വേഷം പ്രചരിപ്പിക്കുക, അവരെ ഒഴിവാക്കണമെന്ന് പറയുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള യേശുദേവൻ്റെ ഈ സ്നേഹനിർഭരമായ സമീപനം എല്ലായിടത്തും വിതറുന്ന ഒരു മതമല്ലേ ക്രിസ്ത്യാനിറ്റി? ഇതിൻ്റെ അകത്തുള്ള കുഴപ്പം എന്താണെന്നറിയോ? നമ്മുടെ ഈ രാമകൃഷ്ണ മിഷൻ സന്യാസിമാർ, വിവേകാനന്ദൻ, മറ്റേ രംഗനാഥാനന്ദയുടെ നാം ആരാധിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. അതിൽ ഈ ഗിരിപ്രഭാഷണത്തിനെ അദ്വൈതം വെച്ചിട്ട് വ്യാഖ്യാനം ചെയ്യുന്ന പരിപാടിയാണ് രംഗനാഥാനന്ദ ചെയ്തിരിക്കുന്നത്. രാമകൃഷ്ണ പരമഹംസർക്ക് തന്നെ ഒരു ക്രിസ്തു ദർശനം ഉണ്ടായതായിട്ട് രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ യേശുവിനെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 പണ്ഡിതന്മാര്, ആ 3 പറയുന്നവർ ഇന്ത്യയിൽ നിന്ന് പോയിരുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം അങ്ങേരെ 29 വയസ്സിന് ശേഷം ആണ് പിന്നെ മടങ്ങി ചെല്ലുന്നോ മറ്റേ, അതുവരെ അജ്ഞാതമാണ്. അപ്പോൾ ഒരു ബെൽജിയൻ ഓതറുടെ ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ആള് എഴുതിയിരിക്കുന്ന പുസ്തകം. അതിൻ്റെ അകത്ത് കാശ്മീരിൽ ജീവിച്ച, ലഡാക്കിലെ ബുദ്ധമത കേന്ദ്രങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്, അവിടുത്തെ രഹസ്യരേഖകളിൽ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുസ്തകം പോകുന്നത്. അതെ, അപ്പോൾ കുറേ ഭാഗങ്ങൾ വേണമെങ്കിൽ യേശുവിൻ്റേത് എടുത്തിട്ട് ഈ പ്രത്യേകിച്ച് ആ ഗിരിപ്രഭാഷണ ഭാഗമൊക്കെ ഈ അദ്വൈതത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വ്യാഖ്യാനൊക്കെ പറ്റുമായിരിക്കാം. അങ്ങനെ എന്താന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഈ സഹിഷ്ണുതയുടെ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ യേശുവിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാന്ന് തോന്നിയതാണ്. പക്ഷെ യേശുവിന് ശേഷമാണല്ലോ സഭ ഉണ്ടാകുന്നത്. യേശു സഭയൊന്നും ഉണ്ടാക്കി, യേശു ക്രിസ്ത്യാനിയായിരുന്നില്ല, യേശു ജൂതനായിരുന്നു. അരമായക്ക് ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാള് ആ കാലത്തെ വിപ്ലവകാരി. കാരണം പരീശന്മാരെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അടിച്ചു ഓടിക്കുകയൊക്കെ ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ നോക്കി മറ്റുള്ളവരെയൊക്കെ നബിയേം എടുത്തിട്ടുണ്ട് രംഗനാഥാനന്ദ, മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ ആ ഒരു കൂട്ടരല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം ഈ ബ്രിട്ടീഷ് കോളനൈസേഷൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവർ ലോകം മുഴുവൻ ഇങ്ങനെ കോളനിയാക്കുന്നു. ഇനി ബ്രിട്ടൻ എങ്ങനെയാണ് ഈ രീതിയിൽ വരുന്നത്? കാരണം അവർ റോമ സാമ്രാജ്യത്തിൻ്റെ തത്വങ്ങൾ, അതായത് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, നമ്മൾ സിലബസിൽ പഠിക്കുമ്പോൾ നമ്മുടെ ആളുകളെ പറ്റിയൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, നിർഭാഗ്യമാണ്. ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ഒക്കെ തന്നെയാണ് ഞാനും പഠിച്ചത്. അവർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ലേവറി,
വരേണ്യത, അടിമത്തം. കാരണം ധനികർക്കും വരേണ്യർക്കും അടിമകളെ വെച്ചുകൊണ്ടിരിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഈ അരിസ്റ്റോട്ടലിൻ്റെ ഒക്കെ സിദ്ധാന്തം. അതൊക്കെയാണ് പിന്നീട് ഈ റോമ സാമ്രാജ്യം യൂറോപ്പ് പിടിച്ചെടുക്കുമ്പോൾ സ്വീകരിക്കുന്നത്. എന്നിട്ടാണ് നമ്മളൊക്കെ സ്ലേവറിയൊക്കെ നേരെ നിർത്തി. ഇവരുടെ കോളനികളിലൊക്കെ അടിമത്തം തിരുവിതാംകൂറിലൊക്കെ അതിന് മുമ്പേ നിർത്തിയിട്ടുണ്ട്, അബ്രഹാം ലിങ്കന് മുമ്പേ. അതെ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ബ്രിട്ടൻ്റെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ പ്രൊട്ടസ്റ്റാന്റിസം ഔദ്യോഗിക മതമായിട്ട് സ്വീകരിച്ചതാണ്. അത് മറ്റേ ചാൾസ് രണ്ടാമൻ്റെ കാലത്ത്, രാജാവിൻ്റെ കാലത്ത് സ്വീകരിച്ചു. ഉദയംപേരൂർ സൂനഹദോസിനൊക്കെ 1 വർഷം മുമ്പ്. അപ്പോൾ 1599 1600 കാലത്തൊക്കെ അമേരിക്ക ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ഇത് ക്രിസ്ത്യാനികളുടെ സ്ഥലമാണെന്ന് എങ്ങനെയാണ് അമേരിക്കക്കാർക്ക് പറയാൻ പറ്റുക? അങ്ങനെ ആവശ്യപ്പെടുന്നു. കാരണം അവിടെ ഇവര് ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയിട്ട് ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റണിൽ ചെന്നിറങ്ങുമ്പോൾ ഇപ്പൊ ബോസ്റ്റണിലെ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യൻ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നുണ്ട്. ആദ്യം ചെന്നവരല്ലേ. അപ്പൊ ഞങ്ങൾ മഹാന്മാരാന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടനിൽ നിന്ന് TS എലിയറ്റ് കുടിയേറിയപ്പോൾ TS എലിയറ്റിനെയും ബ്രാഹ്മണൻ, ബോസ്റ്റൺ ബ്രാഹ്മിൻ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ വിഭാഗമുണ്ട്. ഇതും പ്രൊട്ടസ്റ്റന്റുകൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഈ അമേരിക്ക. അവിടെ കത്തോലിക്കരായിട്ടുള്ള പ്രസിഡന്റുമാർ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. അവിടെ കത്തോലിക്കനായിട്ട് കെന്നഡി ആദ്യം പ്രസിഡന്റായിട്ട് വരുമ്പോൾ ഇവിടെ കത്തോലിക്കരുടെ വീടുകളിലൊക്കെ യേശുവിൻ്റെ കൂടെ കെന്നഡിയുടെ പടവും വെച്ചു. പിന്നെ ബൈഡൻ കത്തോലിക്കനായിരുന്നു. അതല്ലാതെ അവിടെ പിന്നെ പ്രൊട്ടസ്റ്റന്റ്, വേറെ മോർമൺ ചർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സഭകളൊക്കെ ഉണ്ട്. കത്തോലിക്ക ഭൂരിപക്ഷമുള്ള സ്ഥലമോ ഒന്നുമല്ല അമേരിക്ക. അപ്പൊ ഇവര് പ്രൊട്ടസ്റ്റാന്റിസം, അതായത് ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയവർ ഉണ്ടാക്കിയ ഒരു സ്ഥലമായതുകൊണ്ട് പ്രൊട്ടസ്റ്റാന്റിസം ഞങ്ങൾ അവിടെ നിന്ന് വന്നാണ് ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നത് കുടിയേറുമ്പോൾ അവിടെ ഗോത്രവർഗക്കാരില്ലേ ഉള്ളത് അമേരിക്കയിൽ. അതാണ് ലാസ്റ്റ് ഓഫ് ദി മൊഹിക്കൻസ് എന്ന് പറഞ്ഞ പുസ്തകം. അവസാനം ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക, ഇങ്ങനെയാണ്. അപ്പൊ അവിടെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പ്രക്ഷോഭങ്ങൾ അല്ലാതെ തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്താ അറിയാമോ? ഇതിൻ്റെ അകത്തെ ഈ വാൾട്ട് വിറ്റ്മാൻ, തോറോ തുടങ്ങിയിട്ടുള്ള കവികൾ നമ്മുടെ ഹിന്ദു മതത്തിലെ ഭയങ്കര സംസ്കാരമുള്ളൊരു സംഗതിയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കവിതയിലൊക്കെ ഇത് പറഞ്ഞിരുന്നു. തുളസി ഗബ്ബാർഡ് ഒരു ഉദാഹരണം. അവരുടെ അമ്മ തന്നെ ഇത് മഹത്തായ സംസ്കാരമുള്ള മതമാണെന്ന് കണ്ടിട്ട് അവർ മതത്തിൽ ചേർന്നിട്ട് ഭക്തി എന്നൊക്കെയാണ് ഈ തുളസിയുടെ സഹോദരന്മാരുടെ ഒക്കെ പേരൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുള്ളതാണ്. അവിടെ ഹിന്ദു മതം പ്രധാനപ്പെട്ട മതമായിട്ട് വളരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഹിന്ദു മതത്തിൽ ചേരുന്നുണ്ട്. കുടുംബങ്ങൾ പള്ളികളൊക്കെ അടച്ചുപൂട്ടി പള്ളിയിലൊന്നും ആളുകളില്ലാതെ വരുന്നുണ്ട്. ജൂതന്മാരാണ് പ്രധാനപ്പെട്ട ധനാഢ്യന്മാര്. ഭരണത്തിൽ സ്വാധീനമൊക്കെ അവരുടേതാണ്. ഒരു ജൂയിഷ് ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് വിളിക്കുമ്പോൾ പറയാ, ഈയിടെ കാലിഫോർണിയയിൽ പോയിരുന്നു. അപ്പോൾ ബാലൻ പറയുന്നത് നോക്കുമ്പോൾ മലയാളികളൊക്കെ വലിയ ഡോക്ടർമാരോ സയൻറ്റിസ്റ്റുകളോ അതുപോലെ ഇന്ത്യക്കാരും ഒക്കെ ഗംഭീരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അമേരിക്കക്കാർക്ക് നോക്കുമ്പോൾ അവര് ദരിദ്രവാസികളാണ്. അപ്പൊ അവർക്ക് നോക്കുമ്പോൾ ഇന്ത്യക്കാരോട് പരമപുച്ഛം, റേസിസം, വഴിയിൽ കാണുന്നവരെയൊക്കെ തല്ലുക, ഹിന്ദുക്കളെ. അതുകൊണ്ട് ജോബ് സ്റ്റീലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്കാരെ കളിയാക്കുക. തൊഴിൽ കൊള്ളയടിക്കുന്നവരാണ്, ഹൈജീനിക് അല്ല, പാഗൻ റിലിജിയനാണ് എന്നൊക്കെ പറയും. പാഗൻ എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാഗൻസ് എന്ന് പറയുമ്പോൾ നബിയും പറഞ്ഞത് വിഗ്രഹാരാധന വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. അവസാനത്തെ യുദ്ധം ആ വിഗ്രഹങ്ങൾ തച്ചു തകർക്കുന്നതായിരുന്നു. അപ്പൊ അവിടെ ഹിന്ദു മതം ഭയങ്കരമായിട്ട് വേരാഴ്ത്തുന്നുണ്ട്. വാൻസിന്റെ ഭാര്യ ഹിന്ദുവാണ്. ഉഷ, നമ്മുടെ ആന്ധ്രാകാരി. ഇതിൽ കമല ഹാരിസിന് സത്യത്തിൽ അവർ ഹിന്ദു പശ്ചാത്തലം, ബ്രാഹ്മണ പശ്ചാത്തലം ഒക്കെ ഉണ്ടെങ്കിലും അവരത് പറയാൻ അവർക്ക് ഈ മാഗകാരനൊക്കെ പേടിയുണ്ടായിരുന്നു. അവർ മറ്റേ കറുത്തവർഗത്തിന്റെ ആഫ്രിക്കൻ പാരമ്പര്യമാണ് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അവരെഴുതുമ്പോഴൊക്കെ ഈ ഹിന്ദു സാധനം അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല. ഉഷയ്ക്ക് അത് പറയാൻ പ്രയാസമില്ല. കാരണം ഉഷ ഇയാളെയും കൊണ്ട് ഇന്ത്യയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വന്നതാണല്ലോ. അവര് പിന്നീടുള്ള സെക്കൻഡ് ജനറേഷൻ ആണല്ലോ. കാരണം മാത്രമല്ല അവരുടെ മുത്തച്ഛൻ അവിടെ RSSന്റെ സംസ്ഥാന കാര്യവാഹക്കും ആയിരുന്നു ഒക്കെയാണ്.
ഇവിടെ PEB മേനോന്റെ ഒക്കെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ് അവരുടെ മുത്തച്ഛൻ. അതുകൊണ്ട് ഹിന്ദു മതം അവിടെ പതുക്കെ പതുക്കെ ഭരണത്തിലൊക്കെ കയറുന്നുണ്ട്. അതിലുള്ള അസഹിഷ്ണുതയുണ്ട് സിഖുകാർ ധാരാളമായിട്ട്. കാനഡയിലൊക്കെ സിഖുകാരൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഹർമീത് ധില്ലൻ അവിടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ റൈറ്റ്സിന്റെ ഹെഡാണ്. ബോബി ജിൻഡലില് വേറൊരു ഉദാഹരണം അതിൻ്റെ അകത്ത്. ബോബി ജിൻഡൽ പഞ്ചാബിയായിട്ട് സിഖുകാരനായിട്ട് പോയിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ സെനറ്ററും MP ഒക്കെ ആവുമ്പോൾ അയാൾ ക്രിസ്തു മതത്തിൽ ചേർന്നു, ബോബി ജിൻഡൽ. പക്ഷെ ഇങ്ങനെ ഒരു ഹിന്ദുവിനെ മാത്രമേ നമുക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. ഈ ബോബി ജിൻഡൽ അല്ലാതെ ഈ തുളസി ഗബ്ബാർഡിനെ പോലെ ഹിന്ദു മതത്തിലേക്ക് വന്ന മറ്റേ അമേരിക്കക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ ഒരുപാട് ആളുകൾ ചേരുന്നു എന്നുള്ളത്. മാതാമൃതാനന്ദമയ്ക്ക് വലിയ ഫോളോയിങ് ഉണ്ട്. ഇവിടെയും ചിലർ പറയുന്നുണ്ട്, നിങ്ങളെയും ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ ഇവിടെ ചില ആളുകൾ നമ്മുടെ താഴെ വന്ന് കമന്റ് ഇട്ടു, ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയിട്ട് ക്രിസ്ത്യാനികളെ മതം മാറ്റി ഹിന്ദുക്കളാക്കുന്നില്ലേ, ഇസ്കോണൊക്കെ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ് ചില ആളുകൾ കമന്റ് ഇടുകയുണ്ടായി. ഈ പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്നത് കത്തോലിക്ക മതത്തിനെതിരെ ഉണ്ടായ മൂവ്മെൻ്റാണ്. അങ്ങനെയാണ് അവിടെയും രാജാവ് വേറൊരാളെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയുമായിട്ട് തെറ്റിയിട്ട് രാജാവിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന മറ്റേ മാർട്ടിൻ ലൂതർ ഒക്കെ നേതൃത്വത്തിൽ വരുന്നതാണ് ഈ പ്രൊട്ടസ്റ്റാന്റിസം. കത്തോലിക്ക സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും എതിരായ. ഇപ്പൊ ഇതിന് മാറ്റം വരുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ ചാൾസ് പ്രൊട്ടസ്റ്റന്റ് ഇപ്പൊ രാജാവ് അയാളാണല്ലോ ചാൾസ് ബ്രിട്ടനിലെ. അയാൾ ഇത്രയും വർഷത്തിന് ശേഷം ഇറ്റലിയിൽ പോയിട്ട് വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു അടുത്ത ആഴ്ച. വലിയ മാറ്റം വരുന്നതായിട്ട് കത്തോലിക്കരും ഒക്കെ കരുതുന്നു. പ്രൊട്ടസ്റ്റന്റുകളും നമ്മുടെ കൂടെ ചേരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ രാജ്യം പോയി ഇപ്പൊ മറ്റേ രാജ്യം മുസ്ലിമിലായി. അതെ ആയി. ആ സമയത്താണ് ചാൾസ് പോയിട്ട് അയാളുടെ മാർപ്പാപ്പയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച. എന്നാ പിന്നെ നമ്മളെല്ലാവരും കൂടി ചേരാം എന്ന് അമേരിക്കയില് ഈ അച്ചായന്മാര് വിചാരിച്ചതിന്റെ പ്രശ്നമാണിത്. പക്ഷെ ട്രംപ് അപ്പോഴും പറയുന്നുണ്ട് സീരിയസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇവര് ഈ വന്നിരിക്കുന്ന ഹിന്ദുക്കൾ സീരിയസ് ഗ്രൂപ്പ്. ട്രംപ് പറഞ്ഞ വളരെ പോസിറ്റീവായ കാര്യമാണ്. അത് മാത്രമല്ല, അവർ നിങ്ങളെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ഏറ്റവും മികച്ചതായിരിക്കും. ഹിന്ദു മതത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. ഇന്ത്യയോട് എന്തൊക്കെ വിദ്വേഷം ട്രംപ് കാണിച്ചാലും ട്രംപ് ഓവൽ ഓഫീസിലെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഹിന്ദു മതം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് പറഞ്ഞാണ് ദീപാവലിക്ക് ദിയ കൊളുത്തിയിട്ട് ട്രംപ് പ്രസംഗം അവസാനിപ്പിച്ചു. ട്രംപ് മോദിയെ വിളിച്ച് ദീപാവലി ആശംസകൾ നേർന്നു. അത് നേരാനായിട്ട് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി ഫോൺ എടുത്തത്. അതെ. പിന്നെ ആ ഫോൺ സംഭാഷണത്തിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറഞ്ഞു പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതിൽ പിന്നെ റഷ്യൻ എണ്ണം മേടിക്കുന്നത് നിർത്താന്ന് പുള്ളി പറഞ്ഞു. ആ ദീപാവലി ആശംസയാന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ എടുത്തതാണ്. അതും അബദ്ധമായിപ്പോയി. ഏതായാലും അമേരിക്കയിൽ ഇപ്പോൾ ക്രിസ്ത്യൻ കുരുക്കൾ പൊട്ടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.